സെൽവസ് മൊബൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക ഫ്രൈ ആണ്. നോക്കാൻ എന്തൊക്കെ വേണമെന്ന്: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ചീരകം, കുരുമുളക്, കടലപ്പൊടി, അരിപ്പൊടി, ഉപ്പ്, വെണ്ടയ്ക്ക ഇതേ ഇതുപോലെ നീളത്തിലൊന്ന് കീറണേ. കണ്ടോ? ഈ മസാലകളെല്ലാം കൂടി വെള്ളം ഒഴിച്ചിട്ട് അധികം വെള്ളമാകുമ്പോൾ പാടില്ല, അല്ലെങ്കിൽ വെണ്ടയ്ക്കയിൽ ഒന്ന് പിടിച്ചില്ലെങ്കിലോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മീൻ മസാല വെട്ടണ പോലെ കുറച്ച്. ഇനി നമുക്ക് തേച്ച് കൊടുക്കാം. ഓരോ വെണ്ടയ്ക്കയിൽ അകത്തും പുറത്തുമായിട്ട് തേച്ച് കൊടുക്കുക. ഇത് നമ്മൾ മീൻ ഫ്രൈ ചെയ്യണ പോലെ ഫ്രൈ ചെയ്തോ, നല്ല ടേസ്റ്റാണ്. ഈ നേരത്തെ കാണിച്ച മസാലകളെല്ലാം ഞാൻ നല്ലവണ്ണം വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇതിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ ഇത് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണയിലാണ് രുചി. വെണ്ടയ്ക്ക ഇങ്ങനെ മീൻ നമ്മളിങ്ങനെ വറുക്കണം അതുപോലെ തന്നെ. ഇതെല്ലാം തിരിച്ചിടുവാണേ. ഒരു വശം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നല്ലോണം മരിഞ്ഞ് കഴിയുമ്പോൾ എടുക്കണം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിരിക്കണേ. എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. എന്ന് പറഞ്ഞാൽ നമുക്ക് മീനും ഇറച്ചിയൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു.